ടോപ്പ് ലീഡർഷിപ്പിനെ ഇല്ലാതാക്കി. ശരി, ശ്രീ ബൈജു തിട്ടല, താങ്കൾ ഈ രീതിയിലാണോ വിലയിരുത്തുന്നത്, അതോ ഇത് അമേരിക്കയുടെ പരാജയം എന്ന രീതിയിലാണോ? തീർച്ചയായും ഈ രീതിയിലല്ല ഇതിനെ വിലയിരുത്തുന്നത്. അത് തന്നെയുമല്ല, ഈ October 7th ആണ് ഇതിന്റെ ട്രിഗർ പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ I don't think anyone who reads the history of Middle East crisis would accept that. But anyway, keep that apart. നമ്മൾ ഇവിടെ കാണുന്നത് ഇത് ആരുടെ പരാജയം എന്നതിനേക്കാളുപരി ഇറാൻ എന്ന രാജ്യത്തിന് കൃത്യമായി വീണ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ, ഈ ബെഞ്ചമിൻ നെതന്യാഹു ഓൾമോസ്റ്റ് ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും പുറകെയായിരുന്നു ഇറാനെ അറ്റാക്ക് ചെയ്തു. അതായത് ബുഷിന്റെ പുറകെയായിരുന്നു, ക്ലിന്റന്റെ പുറകെയായിരുന്നു, ഒബാമയുടെ പുറകെയായിരുന്നു. എല്ലാ നേതാക്കന്മാരുടെയും പുറകിൽ കൃത്യമായി ഇറാനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ള അജണ്ടയുമായി ചെല്ലുകയും അവരൊന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും. പിന്നെ നമ്മൾ കാണുന്നത് വളരെ ടാക്ടിക്കലായിട്ട് കുറെ സീക്രട്ട് ഫയലിന്റെയും നമ്മുടെ എപ്സ്റ്റീൻ ഫയൽസിന്റെയും ഒക്കെ ഗ്രൗണ്ടിലാണ് അതിന്റെ ഒറിജിനിലേക്ക് ഡീറ്റെയിൽ ഇൻഫർമേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ വെച്ച് കൃത്യമായി ബാർഗെയിൻ ചെയ്ത് ട്രംപിനെ കൊണ്ട് കൃത്യമായി ഇതിലേക്ക് കൊണ്ട് എടുത്തിട്ടു. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രംപ് വാസ് ബുള്ളിഡ് ഇൻടു ഇറ്റ്. അത് നെതന്യാഹു കൃത്യമായി ചെയ്തതാണ്. ഇപ്പം ട്രംപ് ചെയ്യുന്നത് ട്രംപിന് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രസിഡന്റുമാരും ചെയ്തിരുന്ന അതേ കോമൺ സെൻസിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ദിസ് വെരി സിമ്പിൾ. പിന്നെ ഇതിൽ ആര് വിജയിച്ചു? ഞാൻ ഈ ചർച്ച തുടങ്ങുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇത്രയും കാലത്തിനോടിടയ്ക്ക് ഇവർക്ക് എങ്ങനെ കംപ്ലീറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാം, കംപ്ലീറ്റ് ഇന്റർനാഷണൽ എക്കോണമി മിസ്ബാലൻസ് ചെയ്യാം എന്ന് കിട്ടുന്ന കൃത്യമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ അവരൊരിക്കലും പ്രതീക്ഷിച്ചാണല്ലോ കയറി അടിക്കുമെന്ന്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ഡു ആൻഡ് ഡൈ സിറ്റുവേഷൻ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പിന്നെ ഇതിൽ ആരാണ് കൃത്യമായും രൂക്ഷമായ മനുഷ്യക്കുരുതികൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വെച്ച്, ഇതിന്റെ എഗ്രിമെന്റ് പുറത്ത് വന്നിട്ടില്ല, നമ്മൾ പുറത്ത് മനസ്സിലാക്കിയത് വെച്ച് ഈ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യപ്പെടുകയും, ഞാൻ ഇപ്പം BBC കാണുകയായിരുന്നു, ഇപ്പം നമ്മൾ ആസ് വി സ്പീക്ക്, ഞാൻ അതിൻ്റെ അകത്ത് ട്രംപ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദർ ഈസ് നോ റഷ് ടു കോൺഫിസ്കേറ്റ് യുറേനിയം. അതായത് ഇത് ഞങ്ങൾ അങ്ങോട്ട് പിടിച്ചെടുക്കാണ്ട് ഓടിപ്പോകുന്നൊന്നുമില്ല, നമുക്കത് ചെയ്യാമല്ലോ, സമയമുണ്ടല്ലോ. അപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യപ്പെടും. ഈ യുറേനിയം പിടിച്ചെടുക്കുന്നത് ദേ വിൽ ബൈ ടൈം. അപ്പോ എന്തിനായിരുന്നു ഇവരിറങ്ങിയത്? എന്തിനായിരുന്നു ഈ നെതന്യാഹു ഈ ട്രംപിനെ അവിടെ കൊണ്ടുപോയിട്ടത്? ഈ അവിടുത്തെ യുറേനിയം തീർത്ത് കളയുക, കംപ്ലീറ്റ് അവിടുത്തെ റെജീം ചേഞ്ച് നടത്തുക. റെജീം ചേഞ്ചിൽ പ്രായമായ ഒരാളെ പിടിച്ചു, ആളെ കൊന്നു കളഞ്ഞു എന്നുള്ള വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ അവര് ആഗ്രഹിച്ച എന്തെങ്കിലും നടന്നോ? എന്നിട്ട് ഇപ്പോഴത്തെ കൾമിനേഷൻ എന്താണ്? ട്രംപ് പറയുന്നു, യു മസ്റ്റ് നോട്ട് അറ്റാക്ക് ഹിസ്ബുള്ള ഓർ ലെബനൻ. ഒന്നിച്ച് തല്ലാൻ പോയതാ, എന്നുവെച്ച് പറഞ്ഞു ഇനി തുടരുമെന്ന് പറഞ്ഞു. അപ്പോ പ്ലെയിൻ ലാംഗ്വേജിൽ ഇതിൽ ഇറാന്റെ കൃത്യമായ ബാർഗെയിനിങ് സക്സസ്ഫുൾ ആകുകയായിരുന്നു ചെയ്തത്. പിന്നെ ഡെന്നി കാണിച്ച അതേ പെസിമിസം ഞാനും ഇതിൽ കാണിക്കുന്നു. ഇത് കംപ്ലീറ്റ് ആകുകയോ ഇല്ലയോ എന്നറിയില്ല. കംപ്ലീറ്റ് ആയി വന്നാൽ നെതന്യാഹു ഫേസ് ചെയ്യുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയായിരിക്കും. ഇലക്ഷൻ വരുന്നു. ഈ ഇലക്ഷനിൽ ജനങ്ങളോട് മുഴുവൻ പറഞ്ഞിരുന്നു, ഐ ആം ദി സിനോണിം ഓഫ് സെക്യൂരിറ്റി, എന്റെ പര്യായം സെക്യൂരിറ്റി ആണെന്നാണ് പറഞ്ഞിരുന്ന ആൾ ഒന്നും ചെയ്യാൻ മേലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനി നെതന്യാഹു എന്ത് ചെയ്യും? അടിക്കരുതെന്ന് പറഞ്ഞാൽ നെതന്യാഹു കയറി അടിക്കുമോ? ഐ വുഡ് ബി സൂപ്പർ സർപ്രൈസ് ഇഫ് ദാറ്റ് വർ ടു ഹാപ്പൻ. അതിനുള്ള ആരോഗ്യം നെതന്യാഹുവിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മനുഷ്യ കുരുതി കൊടുത്തതല്ലാതെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു ഗുണവും ഉണ്ടായില്ല. മാത്രമല്ല, ഇറാൻ വേണ്ടി വന്ന പെരക്കാത്ത കയറി അഴിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടെ കൃത്യമായി ഇസ്രയേലിന് കിട്ടി. അത് അവർക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഇറാന്റെ ഒരു കൃത്യമായ ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും അത് ഈ യുദ്ധത്തിൽ അതൊരു സക്സസ്ഫുൾ ആകുകയും ഒരു സക്സസ്ഫുൾ മെസ്സേജ് ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ അമേരിക്കയ്ക്ക് ഈ യുദ്ധം നിർത്തിയേ പറ്റുകയുള്ളൂ. അമേരിക്ക എന്ന് പറയുമ്പോൾ ട്രംപിന്
എന്തു വന്നാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയേ പറ്റുകയുള്ളൂ, അതുകൊണ്ട് ഈ സമാധാന കരാറിലേക്ക് വന്നു. ഈ വ്യവസ്ഥകളൊക്കെ ഇപ്പോൾ അമേരിക്ക പുറത്തുവിട്ട വ്യവസ്ഥകളൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാകുമല്ലോ. ആദ്യത്തെ തന്നെ ഇറാൻ്റെ ആണവായുധ നിർമ്മാണം തടയുക എന്നുള്ളത്. ഇറാൻ ഇതാ ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ യുദ്ധം പൊടുന്നനെ തുടങ്ങിയത്. പക്ഷേ അതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുത്തിട്ടില്ല ഇറാൻ. അണ്വായുധം ഉണ്ടാക്കില്ലെന്ന മുൻ നിലപാട് ആവർത്തിക്കുക. അതാ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ ഇങ്ങനെ തന്നെയായിരുന്നു, ഇതേ നിലപാട് തന്നെയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. പിന്നെ ചർച്ചകൾ തുടരുന്ന ഒരു സമയവുമായിരുന്നു അത്. ഇതിപ്പോൾ ആ ചർച്ചകൾ, ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരും എന്നാണ് ഈ വ്യവസ്ഥകളിൽ ഒന്നായിട്ട് പറയുന്നത്. അപ്പോൾ പിന്നെ എന്ത് നേട്ടമാണ് അമേരിക്കയ്ക്ക് ഉണ്ടായത്? അമേരിക്ക അവസാനം ട്രംപ് ഗതികെട്ട് യുദ്ധം നിർത്തി പോയി എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും 100% ട്രംപ് ഗതികെട്ട് യുദ്ധം നിർത്തുന്നതിനേക്കുള്ള വെപ്രാളത്തിലാണ് ഈ പറയുന്നത് മുഴുവൻ. നെതന്യാഹുവിനെ ചീത്ത വിളിക്കുന്നതും അതുപോലെ തന്നെ ഇസ്രായേലിനെ ഒന്നുമല്ല എന്ന് പറയുന്നതും എല്ലാം ഒറ്റ കാരണത്താലാണ് ഞാൻ പൊറുതിമുട്ടി, എനിക്കിനി യാതൊരു ഗത്യന്തരവുമില്ല എന്ന് ട്രംപ് വലിയ വായിൽ വിളിച്ചു പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം കൂടി ശ്രീ എം എസ് വേണുഗോപാൽ, ഇവിടെ ശ്രീ ബൈജു തിട്ടാല തുടക്കം മുതൽ തന്നെ ഈ 108 ദിവസമായല്ലോ, അതിൽ പല ദിവസങ്ങളിലും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ബൈജു തിട്ടാലയുടെ നിലപാട് ഇത് ഇറാനൊപ്പമായിരുന്നു അദ്ദേഹം നിലപാടെടുത്തത്. ഇറാനിൽ ആവശ്യമില്ലാതെ കയറി ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുകയായിരുന്നു, അത് ഇറാൻ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു. പക്ഷേ താങ്കൾ, എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു മേൽക്കൈ ഉണ്ടാകും എന്നുള്ളതായിരുന്നു, ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ റിവേഴ്സായി അല്ലേ? ഞാൻ മറ്റു പലരും തെറ്റിദ്ധരിച്ച പോലെ തെറ്റിദ്ധരിച്ചിരുന്നത് ഈ ആയുധങ്ങൾ ഇത്രയും കയ്യിലുള്ള അമേരിക്കയ്ക്ക് നിഷ്പ്രയാസം ഇറാനെ കീഴടക്കാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പഞ്ചതന്ത്രം കഥയിലൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.